കഴിഞ്ഞ ദിവസം തലശ്ശേരി രൂപതയുടെ മെത്രാനായ ജോസഫ് പാംപ്ലാനി യേശുവിന്റെ ചരിത്രപരതയെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. സ്വതന്ത്ര ചിന്തകരെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ വീഡിയോ ഇട്ടത് എങ്കിലും അതിൽ അദ്ദേഹം പറയുന്ന മിക്ക കാര്യങ്ങളും ചരിത്രപരമായോ യുക്തിപരമായോ വിശ്വാസപരമായോ ഒന്നും യോജിച്ചു പോകാത്ത പ്രസ്താവനകളാണ്. അതുകൊണ്ടാണ് അതിന് ഒരു മറുപടി നൽകണമെന്ന് കരുതുന്നത്. അദ്ദേഹം യേശുക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് ആദ്യമായി അവതരിപ്പിക്കുന്ന തെളിവ് റോമൻ ചരിത്രകാരനായ താലസ് AD 55 എഴുതിയ 3 വാല്യങ്ങളുള്ള ദി ഹിസ്റ്ററി ഓഫ് റോം എന്ന ഗ്രന്ഥത്തെയാണ്. ഇതിന്റെ 3-ാം വോളിയത്തിൽ യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചു കൊന്നപ്പോൾ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു എന്നത് ഒരു സൂര്യഗ്രഹണമായിരുന്നു എന്ന വസ്തുതയെ മുൻനിർത്തി അതിനെ തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് ഇതിന്റെ പരിഹാസികതകൾ ഒന്ന് പരിശോധിക്കാം. ആദ്യമായി, ആരാണ് താലസ്? അദ്ദേഹം ഏത് കാലത്താണ് ജീവിച്ചിരുന്നത് എന്നൊന്ന് നോക്കാം. മെത്രാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഒരു റോമൻ ചരിത്രകാരനാണ്. റോമിന്റെ ചരിത്രം എന്ന പേരിൽ 3 വാല്യങ്ങളുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. താലസ് എന്നാണ് ജനിച്ചത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഒന്നും ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം മരിച്ചതിന്റെ കണക്ക് കൃത്യമായി നമുക്ക് ലഭ്യമാണ്. CE 185 അദ്ദേഹം മരിച്ചത്. ആ താലസ് ആണ് CE 55 യേശുവിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന റോമൻ ചരിത്രം എഴുതിയത്. രാംജി റാവ് സ്പീക്കിംഗ് എന്ന സിനിമയിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കോമഡി സീൻ ഉണ്ട്. അവർ അരമണിക്കൂർ മുൻപേ പുറപ്പെട്ടു, പിന്നെ ഞാൻ പറഞ്ഞ് അത് 1 മണിക്കൂർ ആക്കി എന്ന് പറയുന്ന തിയേറ്ററിൽ ചിരി മുഴക്കിയ ആ സീൻ ഏതാണ്ട് ഇതേപോലെയാണ് പാംപ്ലാനി ഒറ്റത്തള്ളിന് ഏകദേശം 130 വർഷം പുറകോട്ട് തള്ളി നീക്കിയത്. CE 185 എന്ന് പറയുമ്പോൾ യേശു മരിച്ചു എന്ന് പറയുന്ന കാലവും കഴിഞ്ഞ് ഏതാണ്ട് 150 വർഷത്തിലധികം കഴിഞ്ഞിട്ടാണ് ഈ ബുക്ക് എഴുതുന്നത്. അതായത് അതിനോടകം 4-5 തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. എന്തായാലും യേശുവിന്റെ സമകാലികനായ ഒരു ചരിത്രകാരനായിരുന്നില്ല താലസ്. ഇത് പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടാക്കിയത് എന്ന് ഇറ്റാലിയൻ സഞ്ചാരിയും ചരിത്രകാരനുമായ വർത്തേമ തന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയാണ്. ഇവിടെ വർത്തേമ എന്നൊരു ചരിത്രകാരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അതിൽ പരശുരാമൻ, മഴു, കേരളം എന്നീ വാക്കുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ കേരളത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പുകളിൽ ഇവിടുത്തുകാർ പരശുരാമൻ എന്ന ഒരു ദൈവം മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് തങ്ങളുടെ ഈ പ്രദേശം എന്ന് വിശ്വസിച്ചിരുന്നു എന്ന് എഴുതിയാൽ അത് പരശുരാമൻ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് എന്ന് പറയാൻ കഴിയുമോ? അതുപോലെ തന്നെയാണ് യേശു മരിച്ചു എന്ന് പറയപ്പെടുന്ന കാലവും കഴിഞ്ഞ് 150 വർഷത്തിനു ശേഷം താലസ് എന്ന ചരിത്രകാരൻ ഇവിടുത്തുകാരിൽ ചിലർ യേശു എന്ന പേരിൽ ജീവിച്ചിരുന്ന ഒരാളെ ദൈവമായി കരുതിയിരുന്നു എന്നും അയാളെ കുരിശിൽ തറച്ചു കൊന്നതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു എന്നും വിശ്വസിച്ചിരുന്നു എന്നും പറഞ്ഞാൽ അതെങ്ങനെ താലസ് എന്ന ചരിത്രകാരൻ യേശു ജീവിച്ചിരുന്നു എന്നതിനെ ചരിത്രപരമായി തെളിയിച്ചു എന്ന് പറയാൻ സാധിക്കും? ഇനി യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പുമായി മെത്രാൻ താലസിന്റെ കൃതിയെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ബൈബിളിൽ യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു എന്നൊരു വാക്യമുണ്ട്. താലസിന്റെ ഗ്രന്ഥത്തിൽ ഏതാണ്ട് ആ കാലത്ത് നടന്ന ഒരു സൂര്യഗ്രഹണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സൂര്യഗ്രഹണമാണ് യേശു മരിച്ചപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് അത് യേശു ആ സമയത്ത് മരിച്ചു എന്നതിന്റെ ചരിത്രകാരൻ നൽകുന്ന രേഖയാണ് എന്ന രീതിയിലാണ് മെത്രാൻ അതിനെ വിശദീകരിക്കുന്നത്. എന്നാൽ ബൈബിൾ പരമായി പോലും ഇത് തെറ്റാണ് എന്ന് നമുക്ക് കാണാം. പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ 12-ാം അധ്യായത്തിൽ എന്നാണ് പെസഹ ആചരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. നീസാ മാസം 14-ാമത്തെ ദിവസമാണ് പെസഹ ആചരിക്കേണ്ടത്. യഹൂദരുടെ ഈ കലണ്ടർ ചന്ദ്രമാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവിടെ ഒരു മാസം ആരംഭിക്കുന്നത് കർത്തവാവിന്റെ അടുത്ത ദിവസം മുതൽ കർത്തവാവ് വരെ ആണ് ഒരു മാസം. അപ്പോൾ 14-ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അത് ഒരു വെളുത്തവാവ് ദിവസമായിരിക്കും. യേശുവിനെ കുരിശിൽ തറച്ചത് പെസഹായുടെ പിറ്റേ ദിവസമാണ് എന്നാണ് യോഹന്നാൻ ഒഴികെയുള്ള സുവിശേഷകന്മാർ പറയുന്നത്. യോഹന്നാൻ ആകട്ടെ പെസഹായുടെ തലേ ദിവസമായിരുന്നു യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത് എന്നാണ് പറയുന്നത്. ഒരു വെളുത്ത വാവിന്റെ അന്നോ അതിനോട് അടുത്ത ദിവസങ്ങളിലോ ഒരിക്കലും സൂര്യഗ്രഹണം സംഭവിക്കില്ല. കാരണം വെളുത്ത വാവ് ദിവസം രാത്രി സമയത്തായിരിക്കും ചന്ദ്രൻ ആ പ്രദേശത്തിന്റെ മുകൾ ഭാഗത്തായി ഉണ്ടാവുക. സൂര്യന്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. അതായത് സൂര്യഗ്രഹണം എല്ലായ്പ്പോഴും കറുത്തവാവ് ദിവസമോ അതിനോട് അടുത്ത 1-2 ദിവസത്തിനുള്ളിൽ മാത്രമേ സംഭവിക്കൂ. ശാസ്ത്രീയമായി കണക്ട് ചെയ്യാനാണ് മെത്രാൻ ഈ കണക്ക് കൊണ്ടുവന്നത് എങ്കിലും അതൊരു മണ്ടത്തരമായി പോയി. ഇനി മൂന്നാമതായി മെത്രാൻ കൊണ്ടുവരുന്ന തെളിവ് പ്ലീനി എന്ന റോമൻ ഗവർണർ ആയിരുന്ന ചരിത്രകാരനെയാണ്. ഇതേക്കുറിച്ച് മെത്രാൻ പറയുന്നത് നമുക്ക് കേൾക്കാം. AD 55 അദ്ദേഹം റോമ ചക്രവർത്തിക്ക് എഴുതുകയാണ്. അല്ലയോ ചക്രവർത്തി, യേശു എന്ന മനുഷ്യനെ റോമൻ സൈന്യം കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ അവന്റെ അനുയായികൾ ഇന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉയർന്ന ധാർമ്മിക മൂല്യം പുലർത്തുകയും സമാധാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഞാൻ അവരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഈ പറയുന്ന പ്ലീനി ദ യങ്ങർ ജനിക്കുന്നത് പോലും CE 65 ജനിക്കുന്നതിന് 10 വർഷം മുൻപ് തന്നെ അദ്ദേഹം റോമൻ ഗവർണർ ആയിരിക്കുകയും ചക്രവർത്തിക്ക് കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മെത്രാനച്ചൻ പറയുന്നത്.
പ്ലീനി റോമൻ ചക്രവർത്തിയായിരുന്ന ട്രാജന് എഴുതിയ ഒരു കത്താണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. ഈ കത്ത് എഴുതിയത് CE 112 അതിൽ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തെ എങ്ങനെയാണ് അദ്ദേഹം അമർച്ച ചെയ്യാൻ ശ്രമിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. CE 112 ആയപ്പോഴേക്കും ക്രിസ്തുമതം ഒരു ചെറിയ സമൂഹമായി മാറിയിരുന്നു. കാരണം ക്രിസ്തുമതത്തിന്റെ ഉപജ്ഞാതാവ് പൗലോസ് ആയിരുന്നു. അദ്ദേഹം AD 50-നും 60-നും ഇടയിൽ എഴുതിയ കത്തുകളാണ് ബൈബിളിലെ ലേഖനങ്ങളിൽ പലതും. ഇനി ക്രിസ്ത്യാനികൾ ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ പുലർത്തുന്നവർ ആയിരുന്നു എന്നൊക്കെ പ്ലീനി എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് മെത്രാനച്ചന്റെ തള്ളാണ്. വാസ്തവത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ റോമൻ ദേവതമാരെ ആരാധിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നു. അവർ റോമൻ ധാർമ്മിക നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മോറൽ കോഡ്സ് ആണ് പിന്തുടരുന്നത്. ഇവരെ എന്തു ചെയ്യണമെന്നാണ് പ്ലീനി ചക്രവർത്തിയായ ട്രാജനോട് കത്തിലൂടെ എഴുതി ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും മെത്രാൻ ക്രിസ്തുവിന്റെ ചരിത്രത്തിന് കൊണ്ടുവരുന്ന ആളുടെ വിശ്വാസ്യത കൂടി നോക്കണം. വേറെ ഒരു തെറ്റും ചെയ്യാത്ത എന്നാൽ റോമൻ ദേവതമാരിൽ വിശ്വസിക്കാത്ത ആളുകളെ കൂട്ടക്കൊല നടത്താൻ അനുവാദം ചോദിച്ച ആളെയാണ് മെത്രാൻ വിശ്വസനീയമായ ചരിത്രകാരനായി എടുക്കുന്നത്. അതും അയാൾ ജനിക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുമായി. നാലാമതായി മെത്രാൻ പറയുന്ന തെളിവ് കൊർണേലിയോസ് ടാസിറ്റസ് എഴുതിയ അന്നൽസ് എന്ന ഗ്രന്ഥമാണ്. 13 വോളിയങ്ങളായി എഴുതിയ ഈ ഗ്രന്ഥത്തിൽ യേശുവിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് എന്നാണ് മിസ്റ്റർ ജോസഫ് പാംപ്ലാനി വീഡിയോയിൽ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ 13 അല്ല 16 വോളിയങ്ങളുണ്ട്. ഇതിൽ 15ാമത്തെ വോളിയത്തിലാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്. അഗസ്റ്റസ് സീസർ മുതലുള്ള റോമൻ ചക്രവർത്തിമാരുടെ ചരിത്രം എഴുതുമ്പോൾ നീറോ ചക്രവർത്തിയുടെ കാലത്ത് CE 64 ഒരു വൻ തീപിടുത്തത്തെക്കുറിച്ചും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകളെക്കുറിച്ചും പറയുന്നിടത്താണ് ക്രിസ്റ്റസ് എന്ന വാക്ക് കൊണ്ടുവരുന്നത്. റോമ നഗരത്തിന് തീ വെച്ചത് ക്രിസ്ത്യാനികളാണെന്നും ആ മൂവ്മെന്റിന് കാരണമായത് പൊന്തിയോസ് പിലാത്തോസ് ശിക്ഷയ്ക്ക് വിധിച്ച യേശു എന്ന ആളുമായി ബന്ധപ്പെട്ട് ആണെന്നും അന്നൽസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ ഗ്രന്ഥം എഴുതിയത് യേശു ജീവിച്ചിരുന്നു എന്ന് പറയുന്ന കാലഘട്ടത്തിലൊന്നുമല്ല. 2-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്താണ് ഈ രചന നടന്നിട്ടുള്ളത്. ഇത് എഴുതിയ ടാസിറ്റസ് ജനിച്ചതുപോലും CE 57 അതും ഇന്നത്തെ ഇറ്റലിയൊക്കെ ഉൾപ്പെടുന്ന വളരെ ദൂരെയുള്ള മറ്റൊരു റോമൻ പ്രദേശത്തും. അതായത് 2-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അത് വസ്തുതാപരമാണ് എന്ന് കരുതിയാലും ആ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത്, യേശു എന്ന മനുഷ്യനെ കുറിച്ചാണ്. ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യേശു എന്നത് യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന യഹോശുവ എന്ന ഒരു പേരാണ്. ആ പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒരാൾ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ക്രിസ്തു എന്നത് ഒരു പേരല്ല, അത് ഒരു ടൈറ്റിലാണ്. മശിഹ എന്ന ഹീബ്രു പദത്തിന്റെ ഗ്രീക്ക് ഭാഷാന്തരമാണ് ക്രിസ്തോസ്. ഇതിന്റെ ഇംഗ്ലീഷ് ക്രൈസ്റ്റ് എന്നും മലയാളത്തിൽ ക്രിസ്തു എന്നും പറയും. പല സാമ്രാജ്യങ്ങളുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന യഹൂദന്മാർ തങ്ങളെ അതിൽ നിന്നും രക്ഷിക്കാൻ ഒരു രക്ഷകൻ അഥവാ മിശിഹ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ മിശിഹ ഞാനാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേർ അക്കാലത്ത് വന്നിരുന്നു. റോമാക്കാരുടെ ആധിപത്യത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച മിശിഹ അഥവാ രക്ഷകനാണ് താനെന്ന് സ്വയം അവകാശപ്പെട്ട യേശു എന്നു പേരായ ഒരു യഹൂദ വിപ്ലവകാരി ഉണ്ടായിരുന്നു. റോമൻ ഭരണത്തിനെതിരെ ആളുകളെ കൂട്ടി റോമൻ ഗവർണർക്കെതിരെ പ്രവർത്തിച്ച ആ യേശു ഒരിക്കൽ കുറെ ആളുകളുമായി ജെറുസലേമിലേക്ക് ഒരു വിപ്ലവ ജാഥ നടത്തുകയും ജെറുസലേം ദേവാലയത്തിൽ റോമാക്കാർ ആരംഭിച്ച ചില കാര്യങ്ങൾ ബലമായി എടുത്തു മാറ്റുകയും അതിന്റെ പ്രത്യാഘാതമായി റോമാക്കാർ അയാളെ പിടിച്ച് കുരിശിൽ തറച്ചു കൊല്ലുകയും ചെയ്തു. ഇതാണ് യേശു എന്ന ആളെക്കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുള്ള ചില വിവരങ്ങൾ. എന്നാൽ ഈ യേശുവിനെ മുൻനിർത്തി അയാൾ പറഞ്ഞ രക്ഷകൻ എന്നതിനെ ലോകരക്ഷകനായ ദൈവത്തിന്റെ പുനരവതാരമാക്കി മാറ്റി ഒരു മതം ഉണ്ടാക്കിയത് പൗലോസാണ്. അതായത് യേശു ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ജീവിച്ചിരുന്നു. എന്നാൽ ബൈബിളിൽ പറയുന്ന ക്രിസ്തു പിന്നീട് ഉണ്ടാക്കിയെടുത്ത ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ജനിച്ച് വെള്ളത്തിന് മീതെ നടന്ന, വെള്ളം വീഞ്ഞാക്കിയ, അന്ധന് കാഴ്ചയും ബധിരന് കേൾവിയും കുഷ്ഠരോഗിക്കും തളർവാദ രോഗിക്കും സൗഖ്യം നൽകിയ, മരിച്ചവരെ ഉയർപ്പിച്ച, മരിച്ചവരിൽ നിന്നും സ്വയം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന കഥാപാത്രം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നതായി ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്ര രേഖയുമില്ല. ഗ്രീക്ക്, റോമൻ, ഈജിപ്ഷ്യൻ മിത്തോളജികളിലെ ദൈവത്തിന്റെ പല സ്വഭാവങ്ങളും യേശു എന്ന മനുഷ്യനിൽ ആരോപിച്ച് അയാളെ യേശുക്രിസ്തു എന്ന ദൈവമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇനി യേശുക്രിസ്തുവിന് മറ്റൊരു തെളിവ് കൂടി സാധാരണ പറയാറുണ്ട്. അത് ജോസിഫസ് എന്ന ചരിത്രകാരന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ജൂസ് എന്ന ഗ്രന്ഥമാണ്. എന്നാൽ ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് പിന്നീട് തെളിവായ കാര്യമാണ്. ഇതിൽ പുതുതായി യേശുവിന്റെ ചരിത്രം ഉൾപ്പെടുന്ന ഒരു അധ്യായം എഴുതി ചേർത്തതാണ്. ഈ അധ്യായത്തിലെ ഭാഷാശൈലി മറ്റ് അധ്യായങ്ങളിലേതിൽ നിന്നും വ്യത്യസ്തമാണ്. മാത്രമല്ല ഇതിന്റെ മറ്റു പരിഭാഷകളിൽ ഈ അധ്യായം കാണാനുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഈ തട്ടിപ്പിനെ കുറിച്ച്
ഇന്ന് കൂടുതൽ ആളുകൾക്ക് അറിയാം എന്നതുകൊണ്ടാവാം യേശുവിനെക്കുറിച്ച് വളരെയധികം എഴുതിയിരിക്കുന്ന ഈ ചരിത്ര ഗ്രന്ഥത്തെക്കുറിച്ച് ജോസഫ് പാംപ്ലാനി കാര്യമായി ഒന്നും പറയാതെ വിട്ടത്.